ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ടോക്കീസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അറഫ്ത സീരീസിലെ 25-ാമത്തെയും 26-ാമത്തെ എപ്പിസോഡാണ്. ഇപ്പം നിങ്ങൾക്ക് രണ്ട് ഡൗട്ടുകൾ ഉണ്ടാവും അല്ലേ? ഒന്ന്, ഇന്നലെ എന്താണ് വീഡിയോ ഇടാഞ്ഞത്? അതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ ലാസ്റ്റ് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് പോയി നോക്കൂ കേട്ടോ. പിന്നെ അടുത്ത ഡൗട്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് 19-ാമത്തെ എപ്പിസോഡാണെന്നാണ്. ഇപ്പം നമ്മൾ എങ്ങനെ 25-ാമത്തെ എപ്പിസോഡായെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അല്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുവരെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്തിട്ടോ ഒന്നുമില്ല, എല്ലാം നമ്മൾ കറക്റ്റ് തന്നെയാണ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ നമ്പറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാനത് നമ്മുടെ യൂട്യൂബിൽ വരുമ്പോൾ മൊത്തം 50 എപ്പിസോഡാണുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ടോട്ടൽ 100 എപ്പിസോഡാണ് അറഫ്ത സീരീസിലുള്ളത്, പക്ഷേ യൂട്യൂബിൽ 50 എപ്പിസോഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചിലപ്പം 2 എപ്പിസോഡായിട്ട് ഒരു വീഡിയോ ഇട്ട് പോകുന്നതായിരിക്കും, അതുകൊണ്ടാണ് കറക്റ്റ് 50 വന്നിരിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ഓരോ എപ്പിസോഡിൻ്റെ കൈ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു വീഡിയോ തന്നെ 2 എപ്പിസോഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാനതെല്ലാം തിരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് തമ്പനയിലും ക്യാപ്ഷനെല്ലാം കണ്ടാൽ മനസ്സിലാവും. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തമ്പനയിലും ഡിസ്ക്രിപ്ഷനും ക്യാപ്ഷനെല്ലാം ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമുക്കിനി 25-ാമത്തെ എപ്പിസോഡാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ 2 എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, 25-ഉം 26-ഉം. നമുക്ക് നേരെ വൈകിപ്പിക്കാതെ തന്നെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അദേശിനെയും മേജനെയാണ്. അവർ രണ്ടുപേരും മുത്തശ്ശി കൊടുത്ത ഡ്രസ്സെല്ലാം ധരിച്ച് അവിടേക്ക് വരും. മേജനാണെങ്കിൽ മുടിയെല്ലാം നന്നാക്കുന്നത് കണ്ട് അദേശ് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരിക്കും. അദേശ് അവളോട് പറയും, നീ ഇവിടെ കിടന്നോ, ഞാൻ എന്തായാലും പുറത്തേക്ക് കിടക്കാം. ഇത് കാണുമ്പോൾ മേജനും അതിന് സമ്മതിക്കും. അങ്ങനെ അദേശ് റൂമിന് പുറത്തിറങ്ങുമ്പോഴായിരിക്കും അവിടേക്ക് മുത്തശ്ശി വരുന്നത്. മോനെ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി പോകാമെന്ന് അദേശ് ഒരു കള്ളം പറയും. അപ്പം മുത്തശ്ശി പറയും, നീ കണ്ടില്ലേ, ഞാൻ അവിടെ ഒരു ജഗിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ അദേശിനൊന്നും പറയാനുണ്ടാവില്ല. അവൻ വേഗം വാതിലറന്ന് പോയ അതേ സ്പീഡിൽ ഉള്ളിലേക്ക് കയറും. ഇത് കാണുമ്പോൾ മേജനും ചോദിക്കും എന്ത് പറ്റിയെന്ന്. അദേശ് പറയും, ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവിടെ മുത്തശ്ശി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ എക്സ്ക്യൂസൊക്കെ പറഞ്ഞു, പക്ഷേ ഇവിടെ തന്നെ വെള്ളം ഉണ്ടെന്ന് അവർ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാനുണ്ടായില്ല. സാരല്ല, നീ പേടിക്കണ്ട, ഞാനെന്തായാലും ഈ തറയിൽ കിടന്ന് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് അവൻ അവിടെ കിടക്കാൻ നിൽക്കുമായിരിക്കും. അപ്പം മേജൻ അതിന് സമ്മതിക്കില്ല. നീ കിടക്കണ്ട, നീ എന്തിനാ താഴെ കിടക്കുന്നത്, നീ ബെഡിൽ കിടന്നോ, ഞാനിവിടെ കിടന്നോളാം, നിനക്ക് ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ. ഇത് കേൾക്കുമ്പോൾ ആദേശ് അതിന് സമ്മതിക്കില്ല. വേണ്ട, ഞാൻ എന്തിനാ കിടന്നോളാം. പക്ഷേ ആദേശിന് തറയിൽ കിടത്തണ്ടെന്ന് മേജൻ ഒരേ വാശി. അവർക്ക് രണ്ടുപേർക്കും അവർ രണ്ടുപേരും താഴെ കിടക്കുന്നത് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മേജൻ പറയും, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, നിങ്ങൾ തൽക്കാലം ഈ ബെഡിൽ കിടന്നു, പക്ഷേ അറ്റത്ത് കിടന്നാൽ മതി, നമ്മൾ രണ്ടുപേരും 2 അഡ്ജസ്റ്റിലായി കിടന്നാൽ മതി, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ബെഡിൽ തന്നെ കിടക്കാൻ തീരുമാനിക്കുകയാണ്. രണ്ടുപേരും 2 അറ്റത്തട്ടാണ് കിടക്കുന്നത്. ബെഡിലാണെങ്കിൽ തീരെ സ്ഥലമല്ല, ചെറിയ ബെഡാണല്ലോ. അങ്ങനെ മേജൻ പെട്ടെന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് അവൾ താഴേക്ക് വീഴാൻ പോകും. കാരണം ആ ബെഡ് ഒരു ചെറിയ ബെഡായിരുന്നു. ഇത് കാണുമ്പോൾ അദേശ് വേഗം അവളെ വീഴാതിരിക്കാൻ വേണ്ടി പിടിക്കും. ഇത് കാണുമ്പോൾ മേജൻ ആകെ നെർവസായി പോകും. അതിനുശേഷം ഒരു ഗുഡ് നൈറ്റും പറഞ്ഞ് അവർ രണ്ടുപേരും കിടന്നുറങ്ങും. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അദേശിനെ മേജനെയാണ്. കിടന്നുറങ്ങിയപ്പോൾ രണ്ടുപേരും 2 സൈഡിലായിരിക്കണം, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ 2 സൈഡിൻ്റെ കാര്യമെല്ലാം അവർ മറന്നുപോയെന്ന് തോന്നുന്നു. രണ്ടുപേരും ഒട്ടിയിട്ടാണ് കിടക്കുന്നത്. മേജൻ്റെ മുടിയെല്ലാം അദേശിൻ്റെ മേത്തേക്ക് വീണിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ അദേശ് എഴുന്നേറ്റ് ആ മുടിയെല്ലാം മാറ്റി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് മേജൻ നയിക്കുന്നത് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഉറങ്ങിയതുപോലെ കിടക്കും. മേജൻ കണ്ണൂർ നോക്കുമ്പോൾ നേരെ അദേശിനെയാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ അവൾ പെട്ടെന്ന് ഷോക്കായി അദേശിനായിരുന്നു തള്ളി മാറ്റും. അദേശ് താഴേക്ക് വീഴുകയും ചെയ്യും. അദേശ് ചോദിക്കും, നീ എന്തേ കാണിക്കുന്നത്? മേജനാകെ നെർവസായിട്ട് അവനോട് പറയും, ഞാൻ ഒരു സ്വപ്നം കണ്ടു, അതുകൊണ്ടാണ് നല്ല മണം പുറത്ത്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്താന്ന് എന്നും പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് ഓടിച്ചാടി പോകും. ഇതെല്ലാം കാണുമ്പോൾ അദേശ് നല്ല ചിരി വരുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും പുറത്തിറങ്ങി നോക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞോ എന്നെല്ലാം മുത്തശ്ശി അവരോട് ചോദിക്കും. അവർ രണ്ടുപേരും ഇന്നലെ രാത്രി ഒരുപാട് കംഫർട്ടബിൾ ആയിട്ടാണ് കിടന്നുറങ്ങിയത് എന്നെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയായിരിക്കും. മേജൻ അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആ മാവ് കുഴയ്ക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അദേശ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. മേജൻ ഫുൾ സ്ലീവ് ഇട്ടുകൊണ്ടാണ് മാവ് കുഴക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സിലൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൈയെല്ലാം ഫോൾഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ അവളുടെ മുടി അവളുടെ ഫേസിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് അവൾക്കത് ഇറിറ്റേഷൻ ആവും. അത് കാണുമ്പോൾ അദേശ് വീണ്ടും വന്ന് അവളുടെ ഫേസിൽ നിന്ന് മുടി മാറ്റി കൊടുക്കും. പിന്നീട് കാണിക്കുന്നത് ആസ്ലിയാണ്. ഇത്ര നേരമായിട്ടും അദേശ് മേജൻ എന്താണ് വീട്ടിലെത്താതെന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് നടക്കാണ് ആസ്ലി. ഇത് കേൾക്കുമ്പോൾ മുസൈൻ അവളോട് പറയും, നീ എന്തിനാണ് അവരെ കുറിച്ച് ആലോചിച്ച് ഇത്ര അധികം പേടിക്കുന്നത്, അവരെ വേഗം ഇങ്ങോട്ട് വന്നോളും, ഞാനെങ്ങനെ ടെൻഷൻ ആവാതിരിക്കും, അവർക്കിടയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ, അമ്മയ്ക്ക് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് അവൾ അവരുടെ കയ്യിലിരിക്കുന്ന അവരുടെ ഫോട്ടോ മുസൈന് കാണിച്ചു കൊടുക്കും. ഇത് കാണുമ്പോൾ മുസൈൻ ആകെ ടെൻഷനാവും. ഇത് നിനക്ക് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവൾ നസീറിനെ കുറിച്ച് പറയും. ആ നസീറോ, അവനുമായിട്ട് നിനക്കെന്താടി പുതിയ ഇടപാട്? ഇത് കേൾക്കുമ്പോൾ അവൾ പറയും, അവരെ രണ്ടുപേരും പിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം, കാരണം അവൾ നമ്മുടെ ശത്രുവിൻ്റെ മകളാണ്. അദേശ് അവളുമായിട്ട് അടുത്ത നമുക്ക് നമ്മുടെ പ്രതികാരം ചെയ്യാൻ കഴിയില്ല,
അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, ആദേശിന്റെ സ്വഭാവത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവനവന്റെ ലക്ഷ്യങ്ങളെല്ലാം മറന്നുപോയെന്ന് എനിക്ക് ചില നേരത്തെ തോന്നാറുണ്ട്. ഇതെല്ലാം ആ മേർജിങ് കാരണമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രതികാരം ചെയ്യാൻ നമ്മൾ തന്നെയാണ് പുറത്തുനിന്ന് ഒരാൾ വിളിക്കുന്നത്. ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ നല്ല സ്ട്രോങ് ആണ്. ഇത് കേൾക്കുമ്പോൾ ആസ്ലി പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ഇത്ര കാലമായിട്ട് നമുക്ക് അവർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ മുസൈൻ പറയും, നീ പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, സമയം വരട്ടെ. ഇത് കേൾക്കുമ്പോൾ ആസ്ലി പറയും, സമയം വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയെന്നാൽ അതിന് നേരെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴാണ് കറക്റ്റ് സമയം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ തന്നെ ചെയ്തോളാം, ഇത് എനിക്ക് വിട്ടേക്കെന്ന് പറഞ്ഞ് ആസ്ലി അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോകും. പിന്നീട് കാണിക്കുന്നത് അദേശിനെ മേർജിനെയാണ്. അവർ രണ്ടുപേരും രണ്ട് ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദേശ് അവിടെ മരം മുറിക്കുകയാണെങ്കിലും ശ്രദ്ധ മൊത്തം മേർജിന്റെ മേലെയാണ്. മേർജനും അതേപോലെ തന്നെ. അവൾ അവിടെ ചപ്പാത്തി ചുടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശ്രദ്ധ മൊത്തം നമ്മുടെ അദേശിന്റെ മേലെ തന്നെയാണ്. അങ്ങനെ അവർ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ മുത്തശ്ശി മേർജനോട് പറയും, നീ അദേശിന്റെ കയ്യിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം, അങ്ങനെയാണ് അവൻ കൈ കഴുകേണ്ടത്. ഇത് കേൾക്കുമ്പോൾ മേർജൻ അത് എന്തിനാണെന്ന് മനസ്സിലാവില്ല. അവൻ ഒറ്റയ്ക്ക് എന്നെ കൈ കഴുകാൻ പാടില്ലേ? ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും, അതെല്ലാം ശരിയാണ്, പക്ഷേ ഇതിലെ ഒരു ചടങ്ങല്ലേ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് ഭർത്താവിനോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുത്തശ്ശി പറയുന്നതെല്ലാം കേട്ട് മേർജനും ഒരു ജഗ്ഗിൽ വെള്ളമായിട്ട് അദേശിന്റെ അടുത്തേക്ക് ചെന്ന് അവൻ അവിടെ കൈ കഴുകും. അതിനുശേഷം മുത്തശ്ശി വീണ്ടും പറയും, ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നീ അവന് ഫുഡ് വാരി കൊടുക്കുക എന്നുള്ളതാണ്. അവന്റെ ഫസ്റ്റ് ബൈറ്റ് നീ അവന് വാരി കൊടുക്കണം. ഇതെല്ലാം ഒരു ചടങ്ങാണെന്ന് പറയുമ്പോൾ മേർജൻ അതിന് സമ്മതിച്ച് മേർജൻ അവർ പറഞ്ഞ അതേപോലെ തന്നെ അദേശിന് വാരി കൊടുക്കും. അതിനുശേഷം അവർ 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കായിരിക്കും. അദേശ് മേർജൻ ഉണ്ടാക്കിയ ചപ്പാത്തി കഴിക്കാൻ പോകുമ്പോൾ മേർജൻ പറയും, അയ്യോ അത് കഴിക്കണ്ട, അത്ര കൊള്ളില്ല. ഇത് കേൾക്കുമ്പോൾ അദേശ് അതൊന്നും മൈൻഡ് ചെയ്യാതെ അതെടുത്ത് കഴിക്കും. അവൻക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവൻ മേർജനോട് പറയും, ഇല്ല ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയും, കണ്ടില്ലേ അവനവൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ മേർജന് ഒത്തിരി സന്തോഷമാവും. പിന്നീട് കാണിക്കുന്നത് ജമാലിനെയാണ്. അവന് അവിടെ ആസ്ലയും മുസൈനും ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ ആസ്ലിക്ക് ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ കോൾ എടുക്കാത്തതുകൊണ്ട് തന്നെ അവൻ മുസൈനെ വിളിക്കും. ആസ്ലി എവിടെയാണ്, അവളെ കാണാനില്ലല്ലോ, പിന്നെ നിങ്ങൾ രണ്ടുപേരും എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ മുസൈൻ പറയും, എനിക്ക് ആസ്ലി എവിടെയാണെന്ന് അറിയില്ല, അവൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണല്ലോ, ചിലപ്പോൾ അവൾ കമ്പനിയിലോ മറ്റോ ഉണ്ടാവും. ഇതെല്ലാം കേൾക്കുമ്പോൾ ജമാൽ എന്തോ ഒരു ഡൗട്ട് അടിക്കും. ഇവർ രണ്ടുപേരും ഇപ്പോൾ എവിടേക്കാണ് പോയിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ മുസൈൻ്റെ കൂടെ ആസ്ലി ഇല്ല. പക്ഷേ ജമാലിന് ഡൗട്ട് അടിക്കും. ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ എന്തോ ഒരു സംശയമുണ്ട്. അമ്മയും മോളും കൂടി എന്തോ ഒപ്പിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നുവെന്ന് ജമാലിന് തോന്നും. പിന്നീട് കാണിക്കുന്നത് അദേശിനെ മേർജനെയാണ്. അവർ രണ്ടുപേരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഫിഷിങ്ങിന് പോയിട്ടുണ്ടാവും. മേർജന് ഫിഷ് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുമാതിരിയാവും. ഇത് കാണുമ്പോൾ അദേശം പറയും, നീ കുറച്ച് സമാധാനത്തോടെ കാത്തിരിക്കുക, എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ടൈമില്ലേ. ഇത് കേൾക്കുമ്പോൾ മേർജനും പറയും, അതല്ല എനിക്കറിയാം, ഞാനിതൊക്കെ എത്ര ചെയ്തിരിക്കുന്നു, എനിക്ക് ഒരുപാട് തവണ മീനൊക്കെ കിട്ടാറുണ്ട്, നീ നോക്കിക്കോ ഇപ്പൊ കിട്ടും. അങ്ങനെ കുറെ കഴിഞ്ഞിട്ടും മേർജന് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അദേശ് പറയും, നേരത്തെ ആരോ എന്തോ ഡയലോഗ് അടിച്ചിരുന്നു, കുറെ മീൻ കിട്ടുമെന്നോ മീൻ പിടിച്ച് ശീലമുണ്ടെന്നോ അങ്ങനെ എന്തോ. അപ്പോഴാണ് മേർജന്റെ കുളത്തിൽ കറക്റ്റ് സമയത്തിന് മീൻ കുരുങ്ങുന്നത്. മേർജൻ ഒത്തിരി ഹാപ്പി ആവും. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മീൻ കിട്ടി എന്ന് പറഞ്ഞ് അവൾ അത് പിടിച്ച് വലിക്കും. പക്ഷേ ആ കുളത്ത് അവിടെ സ്റ്റെക്ക് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് കിട്ടില്ല. അവൾ അവിടെ കിടന്ന് വെപ്രാളം കാട്ടുന്നതുകൊണ്ട് തന്നെ അദേശ് അവിടെ വന്ന് അവളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കും. അവൻ അതിൽ പിടിച്ച് വലിക്കാൻ നോക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി താഴേക്ക് വീഴും. പിന്നെ അവർക്ക് തന്നെ മനസ്സിലാവും, വെറുതെ ഇവിടെ ഇരുന്ന് മീൻ പിടിച്ചിട്ട് കാര്യമില്ല, മീനൊന്നും കിട്ടാൻ പോകുന്നില്ല, ഇവിടെ ഇരുന്ന് വെറുതെ ടൈം കളയണ്ട, നമുക്ക് കടയിൽ പോയി നല്ല ഫ്രഷ് മീൻ മേടിക്കാമെന്ന് അദേശ് അവളോട് പറയും. അങ്ങനെ അവർ രണ്ടുപേരും മാർക്കറ്റിൽ നിന്ന് മീനെല്ലാം മേടിച്ച് മുത്തശ്ശനും മുത്തശ്ശിക്ക് കൊണ്ടുകൊടുക്കും. ഇത് ഞങ്ങൾ പിടിച്ചതല്ല കേട്ടോ, കടയിൽ നിന്ന് മേടിച്ചതാണ്, എത്ര ഇരുന്നിട്ടും മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങി വന്നു എന്ന് അവർ പറയും. അങ്ങനെ അവരെല്ലാവരും അവിടെ ഇരുന്ന് കുക്കൊക്കെ ചെയ്ത് ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കായിരിക്കും. മുത്തശ്ശനും മുത്തശ്ശിയും അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് അഡ്വൈസുകളെല്ലാം കൊടുക്കുന്നുണ്ട്. അതെല്ലാം പറഞ്ഞതിന് ശേഷം മുത്തശ്ശൻ അവരുടെ റേഡിയോയിൽ ഒരു പാട്ടിടും. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും, ഈ പാട്ടിന് നിങ്ങൾ രണ്ടുപേരും ഡാൻസ് കളിച്ചാൽ നല്ല രസമായിരിക്കും, എനിക്ക് വേണ്ടി ഒന്ന് കളിക്കോ? ഇത് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും ആദ്യം അടിക്കുന്നുണ്ടെങ്കിലും പിന്നെ മുത്തശ്ശി നിർബന്ധിച്ച് അവരുടെ ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്ക് വേണ്ടി അവർ രണ്ടുപേരും ഡാൻസ് കളിക്കാൻ തീരുമാനിക്കും. അത്യാവശ്യം ഒരു ട്രഡീഷണൽ ഡാൻസ് ആണ് കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ആ ഒരു നാട്ടിൽ കപ്പിൾസ് കളിക്കുന്ന ഒരു ട്രഡീഷണൽ ഡാൻസ് ആണ്. കാരണം ഈ ഒരു ഡാൻസ് അവർ ഒരുപാട് തവണ ഇതിൽ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഇങ്ങനെയൊക്കെ കളിക്കുന്ന കാണുമ്പോൾ മേർജന് ഒത്തിരി സന്തോഷമാവും. അവൾ അവനെ ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവൾ അവൻ്റെ കൂടെ ജോയിൻ ചെയ്ത് രണ്ടുപേരും ഡാൻസിനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് മേർജന്റെ ദേഹത്തേക്ക് ഒരു ഷൂട്ട് വീഴുന്നത്. അതായത് മേർജൻ ഒരാൾ ഷൂട്ട് ചെയ്തു. എല്ലാവരും ഒന്ന് ഷോക്കായിട്ടുണ്ടാവും അല്ലേ? ഞാനതുപോലെ ഷോക്കായി. അതുപോലെ തന്നെ നമ്മുടെ അദേശം ഷോക്കായിട്ടുണ്ട്. നെഞ്ചിന് വെടിയേറ്റ മേർജൻ ബോധം കിട്ട് അവൻ്റെ കയ്യിലേക്ക് വീഴുകയാണ്. അദേശാണെങ്കിൽ ഒരുപാട് തവണ അവളുടെ പേര് ഉറക്കി വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ബോധം വന്നില്ല. എല്ലാവരും ടെൻഷനായി വേഗം അവളെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവൾ ആരാണ് ഷൂട്ട് ചെയ്തത് എന്താണ് എന്നൊന്നും അപ്പോൾ കാണിക്കുന്നില്ല. അദേശം ഒരുപാട് ടെൻഷനായി ഒരുപാട് കരഞ്ഞുകൊണ്ട് തന്നെ അവൾ ഹോസ്പിറ്റലിലേക്ക് എടുത്തു കൊണ്ടുപോവാണ്. അങ്ങനെ അന്ന് രാത്രി മൊത്തം അവൻ ആകെ ടെൻഷൻ അടിച്ച് ഐസിയുടെ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ജമാൽ ഹൈദറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയും. ഇതെല്ലാം കേൾക്കുമ്പോൾ അവളുടെ അമ്മയ്ക്കും അച്ഛനും ആകെ ഷോക്കാവും. അവർ വേഗം അവളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരികയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ആസ്ലി ഒരു വണ്ടിയിൽ വരുന്നത്. ഇത് കാണുമ്പോൾ നിർമ്മയോട് പറയും, നീ എവിടെയായിരുന്നിട്ട് ഇത്ര നേരം?
ഇപ്പോഴാണോ നീ ഇങ്ങോട്ട് വരുന്നത്? എനിക്ക് നീ പോയത് കണ്ടപ്പോൾ തന്നെ തോന്നിയതാ എന്തോ ഒപ്പിക്കാൻ പോയതാണെന്ന്. നീയല്ലേ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? സത്യം പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ ആസ്ലിക്കൊന്നും മനസ്സിലാവാത്ത പോലെ നിൽക്കും. നിങ്ങളെല്ലാം എന്തൊക്കെയായി പറയുന്നത്? അങ്ങനെ ഇവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ മുസൈനും ആസ്ലിയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ദേശാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അതിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നസീർ വന്ന് അവൻ്റെ കോളറിനെ പിടിക്കുന്നത്. ഡാ, നീ എന്താണ് അവളെ ചെയ്തത്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ ഇടാൻ പോകുന്നില്ല. ഇത് കാണുമ്പോൾ ദേഷ്യം നല്ല ദേഷ്യം വരും. അവൻ്റെ കൈ തള്ളി മാറ്റിയിട്ട് അവൻ പറയും, ഇനി മേലിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയും. മേജൻ എൻ്റെ ഭാര്യയാണ്, അവളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യം നിനക്കില്ലെന്ന് അദ്ദേഹം അവനോട് പറയും. അപ്പോഴാണ് അവിടേക്ക് ഹൈദറും നിർമ്മയെല്ലാം വരുന്നത്. നിർമ്മിൻ വന്ന പാടന്നെ അദ്ദേഹത്തിനോട് അവളുടെ അവസ്ഥ ചോദിക്കും. അതെന്താണെന്ന് അറിയില്ല, ഡോക്ടർ ഇവരൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ നിർമ്മിൻ ഒരുപാട് സങ്കടമാവും. അതിനുശേഷം അദ്ദേഹം ഹൈദറിനോട് സംസാരിക്കും. നിങ്ങളുടെ ഡേർട്ടി ബിസിനസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് മേജൻ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇതിന് പിന്നിൽ ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നു അദ്ദേഹം പറയും. അപ്പോഴാണ് അവിടേക്ക് ആസ്ലിയും മുസൈനും വരുന്നത്. മുസൈൻ വന്ന പാടന്നെ അദ്ദേഹത്തിനോട് പറയും, മോനെന്തിനാണ് ഇതിന്റെ പിന്നാലേക്ക് പോകുന്നത്? ഇവരുടെ ഫാമിലിയെ ആർക്കും കണ്ണെടുത്താ കണ്ടുകൂടാ. ആദ്യം ആ മുറാത്തിനെ, ഇപ്പതാ മേജനെ, അത് അത്ര കണ്ടാൽ മതിയെന്ന് മുസൈൻ അവനോട് പറയും. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം നല്ല ദേഷ്യം വരും. ഇപ്പം ഇതൊന്നും പറയേണ്ട സമയമല്ല എന്ന് മുസൈനോട് അവൻ പറയും. പക്ഷേ മുസൈൻ അതൊന്നും മൈൻഡ് ചെയ്ത് വീണ്ടും ഓരോ കാര്യങ്ങൾ പറയായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നിർമ്മീൻ അതിൽ ഇടപെടും. ഇതെല്ലാം കേട്ട് ദേഷ്യം വരുമ്പോൾ അദ്ദേഹം പറയും, അമ്മേ, നിങ്ങൾക്കും ഒരു മകളുള്ളതല്ലേ, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കി വേണം സംസാരിക്കാനെന്ന് അദ്ദേഹം മുസൈനോട് പറയും. അപ്പോഴാണ് നേഴ്സ് അങ്ങോട്ട് വരുന്നത്. രോഗിയുടെ ഓപ്പറേഷൻ എല്ലാം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ഒത്തിരി സമാധാനമാവും. പക്ഷേ അവളിപ്പോഴും കോമ സ്റ്റേജിലാണ്, ബോധം ഇതുവരെ വന്നിട്ടില്ല. ഒരാൾക്ക് അവളെ പോയി കാണാമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹൈദർ പറയും, ഞാൻ അവളുടെ അച്ഛനാണ്, ഞാൻ അവളെ പോയി കാണാം. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയും, ഞാൻ അവളുടെ ഭർത്താവാണ്. ഇത് കേൾക്കുമ്പോൾ നേഴ്സും അദ്ദേഹത്തിനെ കൊണ്ട് ഉള്ളിലേക്ക് പോകും. മേജനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി വിഷമാവും. എങ്കിലും അവൻ്റെ സങ്കടങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് അവൻ അവളുടെ അടുത്ത് പോയിരിക്കും. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യും. അവളിതെല്ലാം കേൾക്കുന്നുണ്ടോ എന്നൊന്നും അവനറിയില്ല. മേജൻ, നിനക്കൊന്നും സംഭവിക്കില്ല. നീ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗേൾ അല്ലേ? നീ അങ്ങനെ ഒരിക്കലും ഒരു കാര്യത്തിന് വിട്ടുകൊടുക്കാറില്ലല്ലോ. നീ ഇതിൽ നിന്നും തരണം ചെയ്തു തരുന്നത് എനിക്ക് ഉറപ്പാണ്. അതുമല്ല, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനല്ലേ. നിനക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന എൻ്റെ ഏഴ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ്, അത് നമുക്ക് കംപ്ലീറ്റ് ആക്കണ്ടേ? അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് റിക്കവർ ആവും, അതും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ. ആ പണ്ടത്തെ മേജനായിട്ട് തന്നെ നീ തിരിച്ചു വരും. ദേശം മേജൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അവർ രണ്ടുപേരും തനിച്ച് ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം മേജനൊരു സ്വപ്നം പോലെ കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഡോക്ടർ ഇരുന്ന് കാണുമ്പോൾ ദേശം അവിടുന്ന് പുറത്തിറങ്ങും. അവനെ ആയിസിയുടെ പുറത്ത് അവളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നത് കണ്ടിട്ട് മുസൈനും ആസ്ലിയും ജമാലും അങ്ങോട്ട് വരുന്നുണ്ട്. മുസൈൻ ദേശനോട് പറയും, നീ എന്തിനാണ് ഇവളെക്കുറിച്ച് ആലോചിച്ച് ഇത്ര ടെൻഷനാവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ നിന്റെ ശത്രുവിൻ്റെ മകളാണ്. അവരോരോന്നും ചെയ്തു ചെയ്യാനാണ് അവരുടെ മക്കളിപ്പോൾ അനുഭവിക്കുന്നത്. അതിന് നീ എന്തിനാണ് ഇത്രയധികം ബുദ്ധിമുട്ടുന്നത്? ഇതെല്ലാം അവരുടെ പ്രശ്നങ്ങളാണ്, നിന്റെ പ്രശ്നങ്ങളല്ല. അതുമല്ല, ഇപ്പം നിന്റെ ഡ്രസ്സും കൈയും ഒക്കെ നോക്കിയേ, എല്ലാം ബ്ലഡാണ്. നീ വീട്ടിലേക്ക് വന്ന് ഇതെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്ക്. നീ കുറേ നേരമായില്ലേ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് മുസൈൻ അദ്ദേഹത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്കും. പക്ഷേ അദ്ദേഹത്തിന് സമ്മതിക്കില്ല. നിങ്ങൾ രണ്ടുപേരും പോയിക്കോ, ഞാനിവിടെ തന്നെ നിന്നോളാന്ന് അദ്ദേഹം പറയും. ഇത് കേൾക്കുമ്പോൾ അവരവിടെ നിന്നും പോവും. അതിനുശേഷം അദ്ദേഹം ജമാലിനോട് സംസാരിക്കും. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ജമാൽ പറയും, ഇല്ല, ഇതുവരെ എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ അവിടെ താമസിക്കുന്നവരോടൊക്കെ ചോദിച്ചു എന്തെങ്കിലും അബ്നോർമലായിട്ട് നടന്നോന്ന്. പക്ഷെ അവർക്കാർക്കും ഒന്നും അറിയില്ല. അതിനുശേഷം ജമാൽ അവൻ്റെ കയ്യിലിരിക്കുന്ന അഡീഷണൽ ഡ്രസ്സ് അവന് കൊടുക്കും. നീ എപ്പോഴും മുസൈൻ്റെയും ആസ്ലിയുടെയും കൂടെ ഉണ്ടാവണം. മാജിനെ ആരാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നീ ഇന്ന് രാത്രി അവിടെ കൂടെ നിൽക്കണമെന്ന് അദ്ദേഹം ജമാലിനോട് പറയും. അങ്ങനെ ജമാൽ അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് ആസ്ലിയാണ്. അവൾ അവളുടെ റൂമിൽ ഓരോ കാര്യങ്ങൾ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. അവൾക്ക് നല്ല ദേഷ്യവും സങ്കടവും ടെൻഷനും എല്ലാം ഉണ്ട്. ഒരു കാര്യം പോലും മര്യാദക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ ചെയ്താലും എല്ലാം അവൾക്ക് അനുകൂലമായിട്ട് നടക്കുള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, അവൾ ഷൂട്ട് ചെയ്തിട്ടും അവൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് മനസ്സിലാവും അവളെ ഷൂട്ട് ചെയ്തത് വേറെ ആരുമല്ല, ആസ്ലി തന്നെയാണ്. ആസ്ലി അവിടെ നിന്ന് അമ്മയോട് വഴക്കിട്ട് ദേഷ്യം പിടിച്ച് പോയിരുന്നല്ലോ. അത് വേറെ ഒന്നിനല്ല, മേജനെ കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു. അവൾ അന്ന് രാത്രി അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. മേജനെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ആസ്ലി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു അവസരം കിട്ടിയപ്പോൾ അവളുടെ കല്ലിക്കിത് കണ്ണെടുത്ത് മേജനെ നേരെ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഇപ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് ആകെ പേടിച്ചിരിക്കുകയാണ് ആസ്ലി. കാരണം ഹോസ്പിറ്റലിൽ വെച്ച് അതാരായാലും അവൻ അതിനെ ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതാലോചിച്ച് ആസ്ലി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്തായാലും അവളെ ഷൂട്ട് ചെയ്ത കാര്യം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ മേജൻ ആസ്ലിയുടെ നേരെ ഫേസ് ചെയ്തിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതാലോചിച്ച് ആസ്ലിക്ക് നല്ല ടെൻഷനാവും. ഞാൻ ഷൂട്ട് ചെയ്ത സമയത്തെങ്ങാനും അവൾ എന്നെ കണ്ടോ, അവളെങ്ങാനും ജീവനോട് തിരിച്ചു വരികയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവൾ അദ്ദേഹത്തിനോട് പറയും. അതുമൂലം അവർ നന്നായി അടുക്കാനും ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിനെ വെറുതെ വിടാനും പോകുന്നില്ല. ഇതെല്ലാം ആലോചിച്ച് ആസ്ലി ആകെ ടെൻഷൻ അടിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് മുസൈൻ വരുന്നത്. നീ എന്തൊക്കെയായി പറയുന്നത്? നീ പറയുന്നത് അങ്ങ് അടി വരെ കേൾക്കാം. ഇത് കേൾക്കുമ്പോൾ ആസ്ലി ആകെ ഷോക്കാവും. ഞാനെന്ത് പറയുന്നു? ഒന്നുമില്ലല്ലോ.
ഇതെല്ലാം കേൾക്കുമ്പോൾ മുസൈന ആസ്ലിയെ ഡൗട്ട് അടിക്കും. എന്താടി നീ ഇനി എന്തെങ്കിലും കാര്യം ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ആസ്ലിയും പറയും, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് നിന്നെ മോൻ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. നീ എൻ്റെ മകളാ. നീ വെറുതെ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട. സത്യം പറ, നീ എന്തെങ്കിലും കാര്യം ചെയ്ത് വെച്ചിട്ട് എന്നോട് മറക്കുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ആസ്ലി ഒന്നും ഇല്ലെന്ന് പറയും. അങ്ങനെ മുസൈന അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് അദേശിനെയാണ്. അവൻ ബോധമില്ലാതെ കിടക്കുന്ന മേജനെ തന്നെ ആ ഗ്ലാസ്സിലൂടെ നോക്കി നിൽക്കുകയാണ്. അവൻ അവളെ കണ്ടിട്ട് ഒരുപാട് സങ്കടമുണ്ട്. അവൻ അവളെ തന്നെ നോക്കി അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് അദേശിനൊരാളുടെ ഡ്രസ്സുമായിട്ട് ജമാൽ അങ്ങോട്ട് വരുന്നത്. ജമാലിനെ കാണുമ്പോൾ അദേശ് മേജനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ആ ദിവസം അവൾ എത്ര ഹാപ്പി ആയിരുന്നെന്ന് അറിയും. ഒരുപാട് സന്തോഷത്തിലായിരുന്നു അവള്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആരായാലും അവളോട് ഇങ്ങനെ ചെയ്തതിന് ഞാൻ ഒരിക്കലും വെറുതെ ഇടാൻ പോകുന്നില്ല. ഇതെന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. ഇതെല്ലാം കേൾക്കുമ്പോൾ ജമാൽ അവനെ സമാധാനിപ്പിക്കും. അതെ, നമ്മൾ തീർച്ചയായിട്ടും ഇതിന് പിറകിൽ ആരായാലും നമ്മൾ കണ്ടുപിടിച്ച് അവർക്കുള്ള ശിക്ഷ നമ്മൾ കൊടുക്കും. ഞാൻ അന്വേഷണങ്ങളെല്ലാം തുടങ്ങുന്നുണ്ട്. എന്തായാലും ഒരു ക്ലൂ എങ്കിലും നമുക്ക് കിട്ടാതിരിക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു ക്ലൂവോ സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പിടിച്ച് കയറാം. എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും, നീ പേടിക്കണ്ട എന്നും പറഞ്ഞ് ജമാൽ അവനക്ക് ആ ഡ്രസ്സ് കൊടുത്ത് അവിടെ നിന്നും പോവും. അദേശും ആ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നത് മേജനെയാണ്. അവള് ബോധമില്ലാതെ അവിടെ തന്നെ കിടക്കുകയായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വേഷം മാറിക്കൊണ്ട് ആസ്ലി വരുന്നത്. ആസ്ലി വരുന്നത് വേറെ ഒന്നിനല്ല, അവൾക്കിപ്പോൾ മേജനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊല്ലണം. കാരണം അവൾക്ക് മേജൻ അവളെ കണ്ടോ ഇല്ലേന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മേജൻ ഇപ്പോൾ ഓക്സിജൻ്റെ പുറമെയാണ് നിൽക്കുന്നത്. അതിലെന്നുണ്ടെങ്കിൽ മേജൻ മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ അവൾ വേഗം ആ ഓക്സിജൻ എങ്ങനെയും കട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. അവൾ അതിൻ്റെ സാധനം എല്ലാം കുറച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അദേശാണെങ്കിൽ അവിടെ ഇല്ലല്ലോ, അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയിരിക്കുകയല്ലേ. അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പെട്ടെന്ന് ഓരോ സൗണ്ടെല്ലാം കേട്ട് ഓരോ നഴ്സുകൾ അവിടേക്ക് ഓടി ചെല്ലും. ഇതെല്ലാം കാണുമ്പോൾ ആദേശ് ആകെ ടെൻഷനായി അവിടേക്ക് പോയി നോക്കുമ്പോൾ മേജൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ നഴ്സുമാരും ഡോക്ടർമാരും വന്ന് അവളുടെ ഓക്സിജൻ എങ്ങനെയെങ്കിലും നിലനിർത്താൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവിടെ ആസ്ലി നിൽക്കുന്ന കാര്യം അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ ആസ്ലി ആകെ ടെൻഷൻ അടിച്ച് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കും. പക്ഷേ അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ എത്രയും പെട്ടെന്ന് തന്നെ മേജറിനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ച് അവളെ തന്നെ ആ ജനലിലൂടെ നോക്കി നിൽക്കുകയാണ്. മേജറിന് എന്തെങ്കിലും സംഭവിക്കുകയോ അതോ പഴയതുപോലെ തിരിച്ചു വരുമോ അതോ ഇനി ആസ്ലി അദ്ദേഹം പിടിക്കോ എന്നൊന്നും അറിയാതെ തന്നെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതെല്ലാം കാണിച്ചുകൊണ്ടുകൂടി അറഫ്ത സീരീസിലെ 25ാമത്തെ 26ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ എക്സ്പ്ലനേഷൻ എപ്പിസോഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ റെഡ് ഹാർട്ട് ഇടാൻ മറക്കരുത്. അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ആവുകയും പെട്ടെന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ തോന്നുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഈ 2 എപ്പിസോഡുകൾ അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വൈകാതെ തന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.